ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി, ഓഡിറ്റിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ്, ഡിഫറൻസസ്, അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ്, ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റർ, ഇതൊക്കെ. അതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് എന്ന ഭാഗമാണ്. ഓഡിറ്റിങ്ങിന് ഈ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജസ്, അത് ഫോർ ദി ബിസിനസ് ആവാം, ഫോർ ദി ഓണേഴ്സ് ഓഫ് ദി ബിസിനസ് ആവാം, ഫോർ ദി സൊസൈറ്റി ആവാം. ഈ അഡ്വാൻറ്റേജസിന് പുറമെ ചില ലിമിറ്റേഷൻസ് കൂടി ഉണ്ട്. അത്തരം ലിമിറ്റേഷൻസ് ഏതൊക്കെയെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഓഡിറ്റിങ്ങിനുള്ളത്? സാധാരണ ഓഡിറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസിനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓഡിറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, അതിവിടെ പരിഗണിക്കുന്നില്ല. അത് കൂടാതെ സാധാരണയായിട്ട് ഓഡിറ്റിങ്ങിനുള്ള ലിമിറ്റേഷൻസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത്, ഓഡിറ്റിംഗ് ഡസ് നോട്ട് ഷോ സിഗ്നൽസ് അബൌട്ട് ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഓഡിറ്റിംഗ് ഒരിക്കലും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റിന്റെയോ ബിസിനസ് എത്തിക്സിന്റെയോ സിഗ്നൽസ് ഷോ ചെയ്യാൻ പ്രയോജനപ്പെടുന്നില്ല എന്ന് പറയാം. അതായത് മെയിൻ വർക്ക് ഓഫ് ഓഡിറ്റ് ഈസ് എന്താണ്, ചെക്കിങ്, വെരിഫൈയിങ്, വൗച്ചിങ്, ഇതൊക്കെയാണ്. അതുവഴി ഡിറ്റക്റ്റിംഗ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്നുള്ളതാണ് എൻ്റെ റൊട്ടീൻ നേച്ചർ. ഒരിക്കലും തന്നെ ഓഡിറ്റിംഗ് ഒരിക്കലും ഷോ സിഗ്നൽസ് അബൌട്ട് ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, ബിസിനസ് എത്തിക്സ് ആൻഡ് ഫിനാൻസ്. ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റിന്റെ ഇൻഎഫിഷ്യൻസിയോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഎഫിഷ്യൻസിയോ ബിസിനസ് എത്തിക്സിന്റെ അഭാവമോ ഒന്നും കണ്ടുപിടിക്കാൻ ഈ ഓഡിറ്റിങ്ങിലൂടെ സാധിക്കില്ല. ഓഡിറ്റിംഗ് മെയിനായിട്ട് ചെക്കിങ്, വെരിഫൈയിങ്, വൗച്ചിങ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡിറ്റക്ഷൻ പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്നുള്ളതാണ്. ഈ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ് എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം തന്നെ. Then next, auditing may not reveal cleverly done manipulations. ബുദ്ധിപരമായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാനിപ്പുലേഷൻസ് കണ്ടുപിടിക്കാൻ ഓഡിറ്റിംഗ് സാധിക്കില്ല. Auditor mainly fails to detect fraud in the accounts presented before him, as they are already manipulated by people at helm of affairs of the firm in a clever manner. വളരെ ബുദ്ധിപരമായിട്ട് നേരത്തെ തന്നെ കാലക്കൂട്ടി തന്നെ ചെയ്തു വെച്ച, അവരെ കണക്കൂട്ടലനുസരിച്ച് ചെയ്തു വെച്ച അത്തരത്തിലുള്ള ഫ്രോഡ്സിനെ കണ്ടെത്തുന്നതിൽ നിന്ന് ഓഡിറ്റർ ഫെയിലാവും, ഓഡിറ്റർക്ക് സാധിക്കില്ല. അത് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് പറയുന്നത് അതിലുള്ള എല്ലാവരും ഒന്നിച്ച് ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങൾ അടക്കം അതിൽ പങ്കാളിത്തമുള്ള തരത്തിലുള്ള മാനിപ്പുലേഷൻസ് ആയിരിക്കും. ഇത്തരം മാനിപ്പുലേഷൻസ് ഒന്നും തന്നെ മിക്കവാറും കണ്ടെത്താൻ ആർക്ക് സാധിക്കില്ല, ഓഡിറ്റർക്ക് സാധിക്കില്ല. ഓഡിറ്റിംഗ് may not reveal cleverly done manipulations എന്നുള്ളതാണ്. വളരെ ബുദ്ധിപൂർവം ചെയ്തു വെച്ച ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഫ്രോഡ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും തന്നെ കണ്ടെത്താൻ
കഴിഞ്ഞുകൊള്ളുന്നില്ല, ഓഡിറ്റർക്ക് കഴിഞ്ഞുകൊള്ളുന്നില്ല. Then in most cases, genuineness of audit is questionable. ഓഡിറ്റിന്റെ ജെനുവസിൽ ചില സന്ദർഭത്തിലൊക്കെ ക്വസ്റ്റ്യനബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ മാർക്കറ്റ് റേറ്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കുകയില്ല. ദ വാല്യുവേഷൻ ഈസ് ഗസ് വർക്കാണ്. സാധാരണയായിട്ട് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഗസ് വർക്കാണ്. വാല്യുവേഷൻ ഡൺ ബൈ ദി ഒഫീഷ്യൽസ് ഓഫ് ദി ഫേം അക്സെപ്റ്റഡ് ബൈ ദി ഓഡിറ്റർ. എന്താണോ അതിന്റെ ഒഫീഷ്യൽസ് ഓഫ് ദി ഫേം ചെയ്തത് വാല്യുവേഷന്, അത് ആക്സെപ്റ്റ് ചെയ്യാനാണ് ഓഡിറ്റർ തയ്യാറാകേണ്ടത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ജെനുവിനെസ് ക്വസ്റ്റ്യനബിൾ ആണെന്ന് പറയാം. ജെനുവിനെസ് ക്വസ്റ്റ്യനബിൾ ആണെന്ന് പറയാം. Then next, due to lack of time and cost of audit, sometimes auditor adapts a method of test checking. ചില സന്ദർഭങ്ങളിലൊക്കെ ഓഡിറ്റർക്ക് സമയവും ചെലവും കുറക്കാൻ വേണ്ടി ടെസ്റ്റ് ചെക്കിങ്ങിനെ ആശ്രയിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ടെസ്റ്റ് ചെക്കിങ് കൊണ്ട് അക്കൗണ്ട്സിന്റെ ഒരു ഇൻകംപ്ലീറ്റ് ആയിരിക്കാം, ഇൻകറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്, ഇൻകംപ്ലീറ്റ് ഓഡിറ്റ് വർക്ക് ആവാൻ സാധ്യതയുണ്ട്. Due to lack of time and cost of audit, is not possible to check all the accounts of transactions. എല്ലാ അക്കൗണ്ട്സിനും എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അത്തരം ഘട്ടത്തിൽ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, ഒരു ഏതാനും ചില ട്രാൻസാക്ഷൻസ് മാത്രം എടുത്തുകൊണ്ട് അത് മാത്രം പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുന്നതിനാണ് ടെസ്റ്റ് ചെക്കിങ് എന്ന് വിളിക്കുന്നത്. ഈ ടെസ്റ്റ് ചെക്കിങ് കൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഓഡിറ്റഡ് അക്കൗണ്ടിന്റെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് മാത്രമാണ് അവിടെ സാധിക്കുന്നുള്ളൂ. ഒരു കംപ്ലീറ്റ് ഓഡിറ്റ് ആകുന്നില്ല, ഒരു കറക്റ്റ് ഓഡിറ്റ് ആവുന്നില്ല എന്ന് പറയാം. കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഓഡിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായ ഡീറ്റെയിൽഡ് ചെക്കിങ് ആവശ്യമാണ്. ആ ഡീറ്റെയിൽഡ് ചെക്കിങ്ങിന് നമുക്ക് സമയവും കൂടുതൽ അധ്വാനവും കൂടുതൽ സമയവും കൂടുതൽ ചെലവും ആവശ്യമായിട്ട് വരുന്ന കൊണ്ട് തന്നെ മിക്കവാറും ഓഡിറ്റ് പ്രൊസീജിയറിലൊക്കെ ടെസ്റ്റ് ചെക്കിംഗ് ആണ് നടത്താറ്. അതും അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് കൂട്ടാം. ഓഡിറ്റിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് അതിനെയും നമുക്ക് കാണാം. Then പേഴ്സണൽ ജഡ്ജ്മെന്റ്. ഓഡിറ്റിങ്ങിൽ പേഴ്സണൽ ജഡ്ജ്മെന്റിന് ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഓഡിറ്റിങ്ങിൽ പേഴ്സണൽ ജഡ്ജ്മെന്റ് ഓഫ് ഓഡിറ്റ് എന്ത് ചെയ്യാം, ചില സമയത്ത് എന്ത് ചെയ്യാം, ഫാൾട്ടി ആവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ പേഴ്സണൽ ജഡ്ജ്മെന്റ് ഫാൾട്ടി ആയാൽ ഓഡിറ്റഡ് അക്കൗണ്ട് ഒരിക്കലും തന്നെ എക്സിബിറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓഡിറ്റർ പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണൽ ജഡ്ജ്മെന്റ് ആണ് ചില കാര്യത്തിൽ എന്ത് ചെയ്യേണ്ടി വരിക, എടുക്കേണ്ടി വരിക. അത്തരം സന്ദർഭങ്ങളിൽ അത് ഫാൾട്ടി ആവാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ ഫാൾട്ടി ആയിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്തിയാൽ ആ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഒരിക്കലും തന്നെ എക്സിബിറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് എക്സിബിറ്റ് കറക്റ്റ് പൊസിഷൻ കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Then auditor is not equipped with and has not mastered in modern changes in accounting procedures, and auditing become complicated affair. ഓഡിറ്റർ ഒരിക്കലും തന്നെ എക്വിപ്ഡ് ആയിട്ടുള്ള ആളല്ല, വെൽ എക്വിപ്ഡ് അല്ല, അല്ലെങ്കിൽ മാസ്റ്റേർഡ് ഇൻ മോഡേൺ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പ്രൊസീജിയറിലെ മോഡേൺ ചേഞ്ചസ് ഇന്ന് മാസ്റ്റേർഡ് അല്ല എങ്കിൽ ഓഡിറ്റിംഗ് ബിക്കം കോംപ്ലിക്കേറ്റഡ് അഫെയർ ആയി മാറും. ഓഡിറ്റിംഗ് കോംപ്ലിക്കേറ്റഡ് അഫെയർ ആയിട്ട് മാറും. ഓഡിറ്റർ മാസ്റ്റർ ആയിരിക്കണം. ഓഡിറ്റർക്ക്
ചെയ്യാൻ കഴിയണം. പുതിയ ആധുനിക കാലത്തുള്ള ചേഞ്ചസിനനുസരിച്ച് നിൽക്കാൻ സാധിക്കണം. അതിനനുസരിച്ചുള്ള അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഓഡിറ്റിങ് അത് പൂർണ്ണമാവുകയുള്ളൂ. ഒരു ഓഡിറ്റർ ആയിട്ടുള്ള ആള് ക്വാളിറ്റി ഉള്ള ഓഡിറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്വാളിറ്റി ഓഫ് ഓഡിറ്റിങ്ങിനെ ബാധിക്കുന്ന കാര്യമാണ് ഓഡിറ്റർ വെൽ എക്സ്പെർട്ട് അല്ലെങ്കിൽ. The next auditing is usually performed at the end of the year. At the end of the yearലാണ് ഓഡിറ്റിംഗ് സാധാരണയായിട്ട് എന്ത് ചെയ്യാറ് നടത്താറ്. അപ്പോൾ ഇറ്റ് ഹാസ് നോ യൂസ് ഫോർ ദി പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ഇത് പാസ്റ്റിനും പ്രസന്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഓഡിറ്റ് ചെയ്ത ശേഷം കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് പാസ്റ്റോ അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇറ്റ് ഓൺലി ഫോർ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓഡിറ്റിങ്ങിൻ്റെ മറ്റൊരു ലിമിറ്റേഷൻ ആണ് ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഓഡിറ്റിംഗ് എന്നുള്ളത്. Then if the auditor is not bold and independent, ഓഡിറ്റർ ബോൾഡും ഇൻഡിപെൻഡൻറ്റും അല്ലെങ്കിൽ പർപ്പസ് ഓഫ് ഓഡിറ്റ് വിൽ നെവർ ബി ഫുൾഫിൽഡ്. ഓഡിറ്റിങ്ങിൻ്റെ പർപ്പസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾഫില്ല് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. Auditor is not bold and independent, the purpose of audit will never be fulfilled. ഓഡിറ്റർ നല്ല ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ, ഓഡിറ്റർ ആർക്കും വഴങ്ങാത്ത ഒരാളല്ല എങ്കിൽ, ആർക്കും വഴങ്ങുന്ന ആളാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്ന ആളല്ലെങ്കിൽ, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾ അത്തരത്തിലുള്ളൊരു ഓഡിറ്റ് ഒരിക്കലും തന്നെ അതിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യില്ല എന്നുള്ളതാണ്. ഓഡിറ്റിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കില്ല അത്ര ഓഡിറ്റിങ്ങിന് എന്നുള്ളതാണ്. നോ ഡൗട്ട് ദി വാച്ച് ഡോഗ് കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റർ ലിമിറ്റ്സ് ദി സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിങ്ങിനെ ഈ വാച്ച് ഡോഗ് എന്ന കൺസെപ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റർ വാച്ച് ഡോഗ് ആയതുകൊണ്ട് തന്നെ ഓഡിറ്റർക്ക് ഇടപെടാവുന്നതിന് പരിധിയുണ്ട് എന്നുള്ളതാണ് വാച്ച് ഡോഗ് എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റർക്ക് ഒരിക്കലും തന്നെ സജസ്റ്റ് ചെയ്യാനോ നിർദ്ദേശങ്ങൾ നൽകാനും മാത്രമേ കഴിയുകയുള്ളൂ. പൂർണ്ണമായും മാറ്റം വരുത്തേണ്ടത് ഒക്കെയും മറ്റുള്ളവരാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒഫീഷ്യൽസാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അത് ഓഡിറ്റർക്ക് അവിടെ നോക്കി നിൽക്കുക, വാച്ച് ഡോഗായി നിൽക്കാനേ കഴിയുള്ളൂ. ഓഡിറ്റർ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഹോണ്ട് ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലിമിറ്റേഷൻസ് എന്ന് ഒന്നുകൂടി നോക്കാം. Auditing does not show signals about inefficiency of management and business ethics. Auditing may not reveal cleverly done manipulations. In most cases, the genuineness of audit is questionable. Due to lack of time and cost of audit, sometimes auditor adopts a method of test checking. അത് ഇൻകറക്റ്റ് ഇൻകംപ്ലീറ്റ് ഓഡിറ്റിന് കാരണമാവും. ജെന്യുവിനെസ് ഓഡിറ്റ് ക്വസ്റ്റ്യനബിൾ ആവുന്ന കേസ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് എന്നുള്ളതാണ്. Auditing may not reveal cleverly done manipulations. ഉദ്ദേശിച്ചത് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് ഓഡിറ്റർ ഫെയിൽസ് ടു ഡിറ്റക്ട് ഫ്രോഡ് ഇൻ ദി അക്കൗണ്ട്സ് പ്രസന്റഡ് ബിഫോർ ഹിം. They are already manipulated by people. ഓൾറെഡി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ എന്താണ്
അത്തരം ഘട്ടത്തിൽ ഒരിക്കലും തന്നെ ഓഡിറ്റിംഗ് may not reveal cleverly hidden manipulations എന്ന് പറയാം. Due to lack of time and cost, auditing sometimes added test checking. ടെസ്റ്റ് ചെക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞു. നാലാമതായിട്ട് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പേഴ്സണൽ ജഡ്ജ്മെന്റ് വരുന്ന കേസ് പറഞ്ഞു. അത് ഫാൾട്ടി ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആവാം. അങ്ങനെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കറക്റ്റ് പൊസിഷൻ ആയിരിക്കണമെന്നില്ല. നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇൻഎഫിഷ്യൻസി ആൻഡ് ബിസിനസ് എത്തിക്സ് cannot show signals of inefficiency and business ethics. പിന്നെ പറഞ്ഞു ക്ലവർലി മാനറിൽ ചെയ്ത കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് പറഞ്ഞു ജെനുവിനെസ് ക്വസ്റ്റ്യനബിൾ ആവുന്നത്. ലാക്ക് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ് ടെസ്റ്റ് ചെക്കിങ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. പേഴ്സണൽ ജഡ്ജ്മെന്റ്. നെക്സ്റ്റ് പറഞ്ഞ് ഓഡിറ്റർ ഈസ് നോട്ട് equipped with has not mastered in modern changes. Auditing is usually performed at the end of the year. It has no use for the past and present. End of the year ആണ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് യൂസ് ഉള്ള ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഇറ്റ് ഈസ് എന്താണ് ഓഡിറ്റിംഗ്? എന്താണ് ഓഡിറ്റിംഗ്? ശരിക്കും പർപ്പസിൻ്റെ എന്താണ്? ഫ്യൂച്ചർ പർപ്പസിനാണ്. It will be useful only for future ആണ്. Then if the auditor is not bold and independent, the purpose of audit will never be fulfilled. No doubt the watchdog concept of auditor limits the scope of audit. ഓഡിറ്റിന്റെ വാച്ച്ഡോഗ് കൺസെപ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റിന്റെ സ്കോപ്പിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് പറഞ്ഞത് ഇതൊരിക്കലും തന്നെ ഇൻഎഫിഷ്യൻസിയുടെ സിഗ്നൽ കാണിക്കുന്നില്ല. മാനിപ്പുലേഷൻസ് ഓൾറെഡി ക്ലവർലി ഡൺ ആണെങ്കിലുള്ള കാര്യം പറഞ്ഞു. ദെൻ ജെനുവിനെസ്സിന് ക്വസ്റ്റ്യനബിൾ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞത് ടെസ്റ്റ് ചെക്കിങ്ങിൻ്റെ കേസ്, പേഴ്സണൽ ജഡ്ജ്മെന്റ് കേസ്. ആറാമതായി നമ്മൾ പറഞ്ഞത് വെൽ എക്വിപ്ഡ് അല്ലെങ്കിൽ. ഏഴാമതായിട്ട് നമ്മൾ പറഞ്ഞത് എൻഡ് ഓഫ് ദി ഇയർ ആണ് ചെയ്യുന്നതെങ്കിൽ. എട്ടാമത് നമ്മൾ പറഞ്ഞു ഓഡിറ്റർ എന്താണ് ബോൾഡ് അല്ല എങ്കിൽ. നോ ഡൗട്ട് വാച്ച്ഡോഗ് കൺസെപ്റ്റ് ഓഡിറ്റർ ഈസ് വാച്ച്ഡോഗ് കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റിംഗിൽ വരുന്നത്. It's true that auditing has a number of limitations, but a careful analysis of its advantages shows that limitations are negligible. Therefore, the present auditing are necessity and not luxury. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഓഡിറ്റിംഗ് നെസസിറ്റി ആണോ അല്ലെങ്കിൽ ലക്ഷറി ആണോ? അതിന് ആൻസർ ചെയ്യുമ്പോൾ എൻ്റെ അഡ്വാൻറ്റേജ് എടുത്ത് എഴുതിയാൽ തന്നെ മതി. ചില ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് ഒരിക്കലും തന്നെ എന്തല്ല, ഓഡിറ്റിംഗ് എന്താണ് നെസസിറ്റി ആണ്, ഒരിക്കലും തന്നെ ലക്ഷറി അല്ല എന്ന് പറയാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ അഡ്വാൻറ്റേജിന് മുന്നിൽ എന്താണ്, ഒന്നുമല്ല. ചുരുങ്ങിയ പോയിന്റുകളാണ്, ചുരുങ്ങിയ കാര്യങ്ങളാണ് ഈ നമുക്കിതിൽ ഓഡിറ്റിംഗ് ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഈ ചുരുങ്ങിയ പോയിന്റുകൾ ആണെങ്കിൽ കൂടി ലിമിറ്റേഷൻസ് മിക്കവാറും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. Auditing, limitations of auditing.